പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു വികസന കുതിപ്പിൽ പാമ്പാടുംപാറ. വളരുന്ന കേരളത്തിനൊപ്പം കുതിക്കുന്നൊരു ഗ്രാമം. പ്രകൃതി കനിഞ്ഞു നൽകിയ മനോഹാരിതകൾ കൊണ്ട് സമ്പുഷ്ടമായ വശ്യമനോഹരിയായ പാമ്പാടുംപാറ. പ്രകൃതിയും മനുഷ്യനും കൈകോർക്കുന്ന ഈ മലയോര ഭൂമി പുരോഗതിയുടെ പടവുകൾ ഒന്നൊന്നായി കയറുകയാണ്. ശുദ്ധജലവും ശുദ്ധവായുവും വെടുപ്പുള്ള ഇടങ്ങളും ഒരുക്കി ആധുനിക ജീവിതത്തിന്റെ നിറവിലേക്ക് പാമ്പാടുംപാറ ഗ്രാമത്തെ അണിയിച്ചൊരുക്കുകയാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. പാമ്പാടുംപാറയുടെ സമസ്ത മേഖലയിലും വികസനത്തിന്റെ വെള്ളി വെളിച്ചം വീശുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ബഹുമാന്യനായ ശ്രീ എം എം മണി MLA ഫണ്ടിൽ നിന്നും 23,82 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ജിജി കെ ഫിലിപ്പിന്റെ ഫണ്ടിൽ നിന്നും 6,20 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുര്യാക്കോസ് ചിന്താമണിയുടെ ഫണ്ടും ഉൾപ്പെടെ 73.5 കോടി രൂപയുടെ വികസനം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി. കഴിഞ്ഞ 5 വർഷക്കാലമായി പാമ്പാടുംപാറ പഞ്ചായത്തിൽ വികസനത്തിൻ്റെ ഒരു വിപ്ലവം തന്നെയാണ് നടന്നത്. കാരണം ഏതാണ്ട് 73.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. ഈ പഞ്ചായത്ത് ഉണ്ടായതിൽ പിന്നെ ഇത്രയും വലിയ വികസനങ്ങൾ നടന്നിട്ടില്ല. കേരള സർക്കാരും ത്രിതല പഞ്ചായത്തുകളും ബഹുമാനപ്പെട്ട മണിയാശാൻ്റെയും സഹായത്തോടെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളെല്ലാം നവീകരിച്ചു, ആരോഗ്യരംഗത്ത് ആശുപത്രികളെല്ലാം നവീകരിച്ചു. ഈ ഭരണസമിതി ഇറങ്ങുമ്പോൾ വളരെ ചാരിതാർത്ഥ്യത്തോടെ പൂർണ്ണ സംതൃപ്തിയോടെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. ഈ ഭരണസമിതിയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇതിനെല്ലാം കാരണമായത്. ഗതാഗതം സ്വപ്ന തുല്യമാക്കിയ 153 ടാറിംഗ് റോഡുകളാണ് ഇതിനോടകം പണി പൂർത്തിയാക്കി തുറന്നു നൽകിയത്. വട്ടപ്പാറ കൗന്തി റോഡ്, ചിന്നപ്പത്തുകൂട് അന്യാർതൊളു റോഡ്, അല്ലിയാർ അന്യാർതൊളു റോഡ്, മുണ്ടിയരുമ ക്യാൻസൽ ബ്ലോക്ക് റോഡ്, അന്യാർതൊളു ട്രാൻസ്ഫോർമർ പടി റോഡ് എന്നിങ്ങനെ സഞ്ചാരികളുടെ മനം കവരുന്ന 153 റോഡുകൾ. കൂടാതെ കാൽനട പോലും ദുഷ്കരമായിരുന്ന 102 പാതകൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി മാറ്റി. അതിൽ പ്രധാനമായും സന്യാസിയോട നിർമ്മലാപുരം റോഡ്, ലൂക്കോപ്പടി ഗോപാലകൃഷ്ണൻപടി റോഡ്, ഗാന്ധിനഗർ ആശാൻപടി റോഡ്, മല്ലപ്പള്ളിപ്പടി ഉമ്മാക്കട റോഡ്, അമ്പലമേട് തെക്കേക്കുരിശുമല റോഡ്, പനക്കൽ സിറ്റി പുളിന്താനം മെട്ട് റോഡ്, അങ്ങനെ റോഡുകളുടെ എണ്ണം നീളുകയാണ്. 5, 6, 8, 9 വാർഡുകളിലൂടെ കടന്നുപോകുന്ന അന്യാർതൊളു ബാലഗ്രാം റോഡ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഉടുമ്പൻചോല MLA എം എം മണിയുടെ വികസന ഫണ്ടിൽ നിന്നും 7,64 ലക്ഷം രൂപ ചിലവിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. റോഡുകളുടെ നിർമ്മാണത്തിനായി ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 8,81,39,000 രൂപയും ഉടുമ്പൻചോല MLA എം എം മണിയുടെ വികസന ഫണ്ടിൽ നിന്നും 23,17,80,000 രൂപയും ജില്ലാ പഞ്ചായത്തിൽ നിന്നും 2,31 ലക്ഷം രൂപയും ചിലവിട്ടു. വിദ്യാഭ്യാസം, വളർച്ചയും വികാസവും നേടിയിട്ടുള്ളത് സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള പരിഷ്കാരങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് സമാനതകളില്ലാത്ത വികസന പദ്ധതികളാണ്. തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിനെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ടർഫുള്ള ഗവൺമെന്റ് LP സ്കൂളാക്കി മാറ്റുവാൻ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. ഇത് ഇവിടുത്തെ കുട്ടികൾക്ക് മാത്രമല്ല, മേഖലയുടെ കായിക പുരോഗതിക്കും വഴിതെളിച്ചു. എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളുമായി സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കം സജ്ജമാക്കി മികവിന്റെ വിദ്യാലയമായി തേർഡ് ക്യാമ്പ് സ്കൂളിനെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ ഏക തമിഴ് മലയാളം ഗവൺമെന്റ് സ്കൂളായ പാമ്പാടുംപാറ സ്കൂളിന്റെ അടിസ്ഥാന വികസനങ്ങൾക്കായി 1 കോടി രൂപയാണ് അനുവദിച്ചത്. കൂടാതെ ചിൽഡ്രൻസ് പാർക്ക് അടക്കം മികച്ച സൗകര്യങ്ങളുമായി സന്യാസിയോടയിലെ പട്ടം മെമ്മോറിയൽ ഗവൺമെന്റ് LP സ്കൂളിനെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ 25 അംഗൻവാടികളിൽ 20 സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റുകയും 3 നിർമ്മാണം പുരോഗമിക്കുകയുമാണ്. ഫർണിച്ചറുകളടക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വലിയ തോവാള മന്നാക്കുടി അംഗൻവാടികളും നാടിന്റെ അഭിമാനമാണ്. അങ്കണവാടികളുടെ വികസനത്തിനായി 1,92,54,858 രൂപയാണ് ചിലവിട്ടത്. സർക്കാരിന്റെ പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിലൂടെ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉടുമ്പൻചോല MLA എം എം മണിയുടെ വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷവും കായിക വകുപ്പിൽ നിന്ന് 50 ലക്ഷവും അനുവദിച്ച് 1 കോടി രൂപയുടെ ഗ്രൗണ്ട് നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. ജില്ലയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാന്യനായ ശ്രീ എം എം മണി MLAയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ടുകൾ ഉപയോഗിച്ച് വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. ജില്ലയിലെ 52 പഞ്ചായത്തുകളിൽ തനത് വരുമാനം കുറവുള്ളൊരു പഞ്ചായത്താണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത്. എന്നിരുന്നാലും
കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 73.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA മണിയാശാന്റെയും ഡിവിഷൻ മെമ്പറായ ജിജി സാറിന്റെയും നല്ല രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വഴി 5,30,000 തൊഴിൽ ദിനങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 80ഓളം ഗ്രാമീണ റോഡുകൾ നമ്മൾ നിർമ്മിച്ച് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 21.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൊഴിലുറപ്പ് വഴി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള കുടുംബശ്രീ നമ്മുടെ പാമ്പാടുംപാറ CDS വഴി 235 അയൽക്കൂട്ടങ്ങൾക്ക് പലിശരഹിത വായ്പയായും വിവിധ തരം ലോണുകളായും 48 കോടി രൂപയുടെ ലോണുകൾ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തനത് വരുമാനം കുറവുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ കാര്യങ്ങൾ ചെയ്ത് 15 ലക്ഷം രൂപയും കൂടി 25 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷം രൂപയെ നമുക്ക് തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ 3 വർഷമായി 100% കരം പിരിക്കുന്ന പഞ്ചായത്തായി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ട്. ശുദ്ധമേഖലയിൽ ജില്ലയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന 3ാം സ്ഥാനത്ത് പാമ്പാടുംപാറ പഞ്ചായത്ത് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നമുക്ക് 1 രൂപ പോലും ആളുകൾക്ക് മസ്റ്ററിംഗ് ആയാലും നോൺ റീമാരിയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി പുതുക്കി കൊടുക്കുന്നത് കൊണ്ട് പെൻഷൻ ഒരെണ്ണം പോലും കട്ടാക്കാൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പഞ്ചായത്തിലെ ആകെ 7,500 കുടുംബങ്ങളെയും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ചേർത്ത് നിർത്തി പ്രവർത്തിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു അഭിമാനകരമായ നേട്ടമാണ്. ശിശുക്ഷേമത്തിനായി ഗ്രാമപഞ്ചായത്ത് മുന്തിയ പരിഗണനയാണ് നൽകി വരുന്നത്. വിദ്യാഭ്യാസ മേഖലയ്ക്കായി 3,78 ലക്ഷം രൂപ ചിലവഴിച്ചു കഴിഞ്ഞു. കേരളത്തിലെ മികച്ച ആരോഗ്യരംഗം ഇന്ത്യക്ക് തന്നെ അഭിമാനമാകുമ്പോൾ കാര്യക്ഷമമായ പൊതുജന ആരോഗ്യ സംവിധാനം ഒരുക്കുന്നതിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഏറെ ശ്രദ്ധ പുലർത്തുന്നു. ആരോഗ്യമേഖലയ്ക്കായി പ്രത്യേക പരിഗണനയും കരുതലുകളും ഒരുക്കുന്നതിൽ ഭരണസമിതി ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്നു. 2 പതിറ്റാണ്ടായി പ്രവർത്തനരഹിതമായിരുന്ന സബ് സെന്ററുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞതിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ആരോഗ്യമേഖലയ്ക്കായി 5,61,61,790 രൂപ ചിലവഴിച്ചു. മുണ്ടിയരുമ KP കോളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ അവാർഡ് നേടിയിട്ടുള്ള ആരോഗ്യ കേന്ദ്രമാണ് ഇത്. 20 ടെസ്റ്റുകൾ ഒരേ സമയം നടത്തുവാനുള്ള ലാബ് സംവിധാനം അടക്കമുള്ള ഈ ആരോഗ്യ കേന്ദ്രം കരുണാപുരം, പാമ്പാടുംപാറ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുകളിലുള്ള സാധാരണക്കാരായ രോഗികൾക്ക് ഏറെ ആശ്വാസമാണ്. ഇടുക്കി ജില്ലയിലെ തന്നെ 2ാമത്തെ ആയുർവേദ ആശുപത്രിയായ തേഴ്ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി നിരവധി രോഗികൾക്കാണ് ആശ്വാസം പകരുന്നത്. അന്യസംസ്ഥാനത്ത് നിന്നുപോലും രോഗികൾ ചികിത്സയ്ക്കായി ഇവിടെ എത്താറുണ്ട്. 7 മികച്ച ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. 30 കിടക്കകളുള്ള ആശുപത്രിയിൽ എക്സ്റേ സംവിധാനമടക്കമുള്ള ആധുനിക സൗകര്യങ്ങളും ലഭ്യമാക്കി. പുതിയ ബ്ലോക്കിനായി 1 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. പാമ്പാടുംപാറ പ്രൈമറി ഹെൽത്ത് സെന്ററിനായി MLA ഫണ്ടിൽ നിന്നും 1,30,00,000 രൂപയും മുണ്ടിയരുമ KP കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി 1,10,00,000 രൂപയും ചിലവിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി. ആരോഗ്യമേഖലയ്ക്കായി 5,62,61,790 രൂപ ഇതിനോടകം ചിലവഴിച്ചു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന് 4 ഹോസ്പിറ്റലുകളാണ് ഉള്ളത്. ഒരു ഹോമിയോ ആശുപത്രി വലിയ തോവാളയിലും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പാമ്പാടുംപാറയിലും, ഫാമിലി ഹെൽത്ത് സെന്റർ മുണ്ടിയരുമയിലും, അതോടൊപ്പം തന്നെ ആയുർവേദ ആശുപത്രി തേഴ്ക്യാമ്പിലും, ഇങ്ങനെ 4 ആശുപത്രികളാണ് പ്രവർത്തിക്കുന്നത്. ഈ 4 ആശുപത്രികളുടെ പ്രവർത്തനം കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾക്കിടയിൽ വികസിതമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1,46,80,000 രൂപയുടെ മരുന്ന് ഈ ആശുപത്രികൾക്കാകെ പഞ്ചായത്ത് വാങ്ങി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പാമ്പാടുംപാറ PHSയിൽ 1,30,00,000 രൂപ മുടക്കി പുതിയ കെട്ടിടം തീർത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുണ്ടിയരുമയിലെ പട്ടം കോളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും 1,10,00,000 രൂപ മുടക്കി അത്യാധുനിക നിലവാരത്തോടു കൂടിയ കെട്ടിടവും അതിനോട് ചേർന്ന് തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള ലാബ് പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങിയത്. ആതുര സേവന രംഗത്ത് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് വലിയ ഒരു കാൽവെപ്പാണ് നടത്തിയിട്ടുള്ളത്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗൻവാടി കുട്ടികൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കും പോഷക ആഹാരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സമൃദ്ധി ന്യൂട്രി മിക്സ് എന്ന പദ്ധതിയിലൂടെ ന്യൂട്രീഷൻ മിക്സ് നൽകി വരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ A ഗ്രേഡ് നൽകിയ സ്ഥാപനമാണ് സമൃദ്ധി ന്യൂട്രി മിക്സ്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് കൃഷിയാണ്. കാർഷിക മേഖലയുടെ ഭൂരിഭാഗവും ഏലം കൃഷിയാണ്.
75% സബ്സിഡിയോടുകൂടി 4860 കർഷകർക്ക് ജൈവവളം നേരിട്ട് എത്തിച്ചു നൽകി. കൂടാതെ കൃഷിയിടങ്ങളിലേക്ക് ജലസേചനത്തിനായി 190 പേർക്ക് മോട്ടോർ പമ്പ് നൽകാനും കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പച്ചക്കറി തൈകളും വിത്തുകളും ഒപ്പം ഫലവൃക്ഷ തൈകളും വാഴ വിത്തുകളും നൽകാൻ കഴിഞ്ഞു. ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി നൽകിയും പാൽ ഇൻസെന്റീവ് നൽകിയും കൃഷി പ്രോത്സാഹിപ്പിച്ചു വരുന്നു. 1000 കുടുംബങ്ങൾക്ക് മുട്ടക്കോഴി വിതരണം നടത്തുവാൻ ഇക്കാലയളവിൽ കഴിഞ്ഞു. കൃഷി വികസനത്തിനായി 1,75,3780 രൂപയും ക്ഷീരമേഖലയുടെ വികസനത്തിനായി 40,56,000 രൂപയും ചിലവഴിച്ചു. ജലം ജീവന്റെ ചില്ലകൾ പൂക്കുന്ന ഇടമാണ്. ജലക്ഷാമമില്ലാത്ത ഗ്രാമപഞ്ചായത്തായി പാമ്പാടുംപാറയെ മാറ്റിയെടുക്കുവാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ക്രിയാത്മകമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. 27 വലുതും ചെറുതുമായ പദ്ധതികൾ നടപ്പിലാക്കി. 16 വാർഡുകളിലുമായി 1,37,00,000 രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. മാത്രമല്ല 6 എണ്ണം പൂർത്തീകരണ ഘട്ടത്തിലുമാണ്. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകളിൽ ഗ്രാമപഞ്ചായത്ത് തനതു ഫണ്ടിൽ നിന്നും തുക മുടക്കി സൗജന്യമായി കുടിവെള്ളം എത്തിച്ചു നൽകുന്നു. 88 കോടിയുടെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി അഞ്ചുരുളിയിൽ നിന്നും പാമ്പാടുംപാറയിൽ ജലസംഭരണി നിർമ്മിച്ച് കുടിവെള്ളം എത്തിക്കുന്നതിനായുള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നത് 80% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായകരമായ നിലപാടെടുത്തത് കാർഷിക മേഖലയ്ക്കാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 5 വർഷക്കാലം കൊണ്ട് 1,75,37,080 രൂപയുടെ ജൈവവളങ്ങൾ നാട്ടിലെ സാധാരണക്കാർക്ക് വിതരണം ചെയ്യാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി വിത്താണെങ്കിലും പച്ചക്കറി തൈ ആണെങ്കിലും കുരുമുളക് തൈ ആണെങ്കിലും മറ്റ് ഫലവൃക്ഷ തൈ ആണെങ്കിലും ഏത് മേഖല എടുത്താലും എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്ന രീതിയിലേക്ക് ഈ ഭരണസമിതി കടന്നിട്ടുണ്ട്. 1,37,00,000 രൂപയുടെ കുടിവെള്ള പദ്ധതി പഞ്ചായത്തിൽ ആകമാനം നടത്താൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 6 പദ്ധതികൾ ടെൻഡർ നടപടി പറഞ്ഞ് 48 ലക്ഷം രൂപയുടെ പദ്ധതികൾ നടന്നു വരികയാണ്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. 1ാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചു. 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൊടക്കണ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അത് അടിച്ച് അവസാനിപ്പിച്ചു. പുതിയ പദ്ധതിയിലേക്ക് കടന്നിരിക്കുന്നു. 25 ലക്ഷം രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പുതിയ പദ്ധതികൾ തയ്യാറാക്കി ഭരണസമിതി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഭാഗം ആളുകൾക്കും ആനുകൂല്യം കിട്ടുന്ന രീതിയിലേക്ക് മുഴുവൻ ഒരു ആനുകൂല്യവും കിട്ടാത്ത ഒരാളും ഈ പഞ്ചായത്തിൽ ഉണ്ടാകരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ചത്. ഇനി വരും കാലങ്ങളിലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണവും ഈ ഭരണസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓരോരുത്തർക്കും ആധികാരികമായി ഇരിക്കാൻ കഴിയുന്ന സ്വതന്ത്രമായൊരിടം, അതാണ് വീട്. സ്വന്തമായൊരു വീട് എന്നത് ഏവരുടെയും സ്വപ്നമാണ്. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ സുവർണ ഭവനം നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഏറെ സന്തോഷമുണ്ട്. സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയിലൂടെയും വീടുകൾ നിർമ്മിച്ചു നൽകി. കൂടാതെ സ്ഥലവും വീടുമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു നൽകുവാൻ കഴിഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിലൂടെ 43 വീടുകൾ നിർമ്മിച്ചു നൽകി. ഇതിലേക്കായി 1,72,00,000 പിന്നോക്ക വിഭാഗക്കാർക്ക് 31 വീടുകൾ നിർമ്മിക്കുന്നതിലേക്കായി 1,24,00,000 രൂപയും ചിലവഴിച്ചു. PMAY സ്കീമിൽ 72 വീടുകൾ നിർമ്മാണത്തിലാണ്. ഇതിൽ 1 എണ്ണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വായനശാലകൾ ഗ്രാമങ്ങളിലെ അനൌദ്യോഗിക വിദ്യാലയങ്ങളാണ്. അവ വിജ്ഞാനത്തിന്റെ കെടാവിളക്കുകൾ കൂടിയാണ്. അതുകൊണ്ടുതന്നെ വായനശാലകളുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതി മുൻതൂക്കം നൽകി വരുന്നു. തേർഡ് ക്യാമ്പിലെ ജനതാ പബ്ലിക് ലൈബ്രറി ജാതിമത വർഗ വർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ ഏവർക്കും കടന്നുവരാവുന്ന ഒരു പൊതു മതേതര ഇടമാക്കി മാറ്റുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു. ജനതാ പബ്ലിക് ലൈബ്രറിക്കായി 37 ലക്ഷം രൂപ ഉടുമ്പൻചോല MLA MM മണിയുടെ വികസന ഫണ്ടിൽ നിന്നും ചിലവിട്ടു. മുണ്ടിയെരുമയിലെ പഞ്ചായത്ത് ലൈബ്രറിയും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ടു പോകുന്നു. കായിക പ്രതിഭകളായ താരങ്ങളുടെ വൈദഗ്ധ്യം പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കായിക മേഖലയ്ക്കായി മുന്തിയ പരിഗണനയാണ് പാമ്പാടുംപാറ പഞ്ചായത്ത് ഭരണസമിതി നൽകുന്നത്. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളാണ് ബാലഗ്രാമിലും തേർഡ് ക്യാമ്പിലുമായി നിർമ്മിച്ചിരിക്കുന്ന ടർഫുകൾ. ടർഫ് കോർട്ട് നിർമ്മാണങ്ങൾക്കായി 73 ലക്ഷം രൂപ ചിലവഴിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെയും പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുമാണ് ടർഫ് നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ ബാഡ്മിന്റൺ കോർട്ട് നവീകരണത്തിനായി ബഹുമാനപ്പെട്ട MLA MM മണി 12 ലക്ഷം രൂപ അനുവദിച്ചു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതി എല്ലാ മേഖലയിലും വികസനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ 5 വർഷം കൊണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കളെ അവരെ കായിക രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 2 ടർഫ് 73 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെയാണ്. ബാലഗ്രാം പഞ്ചായത്തിന്റെ സ്റ്റേഡിയത്തിൽ ഒരു ടർഫ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാഡ്മിന്റന്റെ ഒരു കോർട്ട് നിർമ്മിക്കുകയും അവിടെ ഇപ്പോൾ മണിയാസാന്റെ 10 ലക്ഷം രൂപ വെച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ
ഈ 5 വർഷവും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി 16 വാർഡുകളിലും വികസനം എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കേരളോത്സവത്തിലെ കായികമേളയിലൂടെ 15 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ളവർക്ക് വിവിധ അത്ലറ്റിക് ഇനങ്ങളിലും കായിക വിനോദങ്ങളിലും മത്സരിച്ച് വിജയിക്കുന്നതിനാവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകി വരുന്നു. സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി ഉറപ്പുവരുത്തുക എന്നത് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യമാണ്. വനിതകൾക്ക് മാത്രമായി 10 ലക്ഷം രൂപ മുതൽ മുടക്കിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ജിം നിർമ്മാണ ഘട്ടത്തിലാണ്. വിധവകളായ സ്ത്രീകളുടെ പെൺമക്കൾക്കുള്ള ധനസഹായം, വിദ്യാഭ്യാസ സഹായം എന്നിവ നൽകി വരുന്നു. ഒപ്പം മിശ്ര വിവാഹിതരായവർക്കും സഹായം നൽകി വരുന്നു. അതിദരിദ്രർക്കുള്ള ഭക്ഷണ കിറ്റ്, മരുന്ന് വിതരണം എന്നിവ മാസം തോറും വീടുകളിൽ എത്തിച്ചു നൽകുന്നു. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 102 റോഡുകൾ കോൺക്രീറ്റ് ചെയ്തതിനു പുറമെ തോട് വൃത്തിയാക്കൽ അടക്കമുള്ള പണികൾ ചെയ്തു തീർത്ത് 5,13,032 തൊഴിൽ ദിനങ്ങളിലായി 3,359 തൊഴിലാളികൾക്ക് 21,92,00,000 രൂപ കൂലിയായി നൽകി. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിച്ച ചെക്ക് ഡാമായ അമൃത സരോവർ പദ്ധതി നാടിന്റെ അഭിമാനമാണ്. അമൃത സരോവറിൽ ഓഗസ്റ്റ് 15-ന് സൈനികരെ ആദരിക്കുകയും ദേശീയ പതാക ഉയർത്തുകയും ചെയ്യുന്നു. പാമ്പാടുംപാറ ഗ്രാമത്തെ പ്രകാശപൂരിതമാക്കുവാൻ എല്ലാ റോഡിലും സ്ട്രീറ്റ് ലൈറ്റുകളും പ്രധാന ജംഗ്ഷനുകളിലടക്കം ഉടുമ്പൻചോല MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കുടുംബശ്രീ ഓഫീസ്, കൃഷിഭവൻ, മൃഗാശുപത്രി എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി മനോഹരമാക്കി മാറ്റുവാൻ ഇക്കാലയളവിൽ കഴിഞ്ഞു. വയോജനങ്ങളെ ആദരിക്കുന്നതിനും അവർ നേരിടുന്ന ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ അംഗീകരിക്കുകയും അന്തസ്സോടെയുള്ള വാർദ്ധക്യത്തിന് പ്രാധാന്യം നൽകുവാനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു. വയോജനങ്ങൾക്കായി കലോത്സവങ്ങൾ സംഘടിപ്പിച്ച് അവരുടെ മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുന്നു. അർഹതപ്പെട്ടവർക്കെല്ലാം കട്ടിലുകളും കമ്പിളി പുതപ്പുകളും വിതരണം ചെയ്യുന്നു. ഭിന്നശേഷിക്കാരെ ചേർത്തുപിടിക്കുകയും അവർക്കായി കലോത്സവങ്ങൾ നടത്തിയും സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തും അവരെ അനുമോദിക്കുകയും ചെയ്യുന്നു. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി 17,25,463 രൂപയും ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി 38 ലക്ഷം രൂപയും ചിലവഴിച്ചു. ഒറ്റക്കട വയോജന വിശ്രമ കേന്ദ്രത്തിനായി 22 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ തേഡ് ക്യാമ്പിലും മുണ്ടിയെരുമയിലുമായി 15 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച 2 കമ്മ്യൂണിറ്റി ഹാളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടിരുന്നില്ല. 2 കമ്മ്യൂണിറ്റി ഹാളുകളുടെയും വൈദ്യുതി മെയിൻ്റനൻസ് ഉൾപ്പെടെ 38 ലക്ഷം രൂപ ചിലവിട്ട് നവീകരിച്ച് തുറന്നുകൊടുക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നതിലും അഭിമാനമുണ്ട്. അന്യാർതൊളു, പള്ളിമെട്ട്, പുതുക്കാട് TV സെന്റർ കമ്മ്യൂണിറ്റി ഹാളുകൾക്കായി 20 ലക്ഷവും ആദിയാർപുരം TV സെന്ററിനായി 30 ലക്ഷവും നീക്കിവച്ചിട്ടുണ്ട്. എന്റെ ഗ്രാമം സുന്ദരഗ്രാമം എന്ന ലക്ഷ്യവുമായി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് 66,05,000 രൂപ ചിലവിട്ടാണ് മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. 16 അംഗ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും ഏറെ മികച്ച രീതിയിൽ ഏകോപിപ്പിക്കുവാൻ കഴിയുന്നു. അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുകയും തരംതിരിച്ച് പുനരുപയോഗത്തിനായി കൈമാറുകയും ചെയ്യുക വഴി മാലിന്യ സംസ്കരണ ഉദ്യമങ്ങൾക്ക് ഹരിതകർമ്മസേനയുടെ മികവുറ്റ പ്രവർത്തനങ്ങൾ സഹായകരമാകുന്നു. അതിദരിദ്രർക്ക് വീട് വെച്ചു നൽകുന്നതിനും വീട് മെയിൻ്റനൻസിനുമായി 18 ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗക്കാർക്ക് 31 വീടുകൾ നിർമ്മിക്കുന്നതിലേക്കായി 1,24 ലക്ഷം രൂപയും ചിലവിട്ടു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ കേരള ഗവൺമെന്റിന്റെ പെൻഷൻ പദ്ധതി പ്രകാരം 3,152 പേർക്ക് പെൻഷൻ വിതരണം ചെയ്തു വരുന്നു. സമയബന്ധിതമായി അർഹതപ്പെട്ടവർക്ക് കൃത്യമായി പെൻഷൻ ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ഇടപെടലുകളും പഞ്ചായത്ത് ഭരണസമിതി നടത്തിവരുന്നു. സമൂഹ പങ്കാളിത്തത്തോടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള കേരള സർക്കാരിന്റെ കുടുംബശ്രീ പദ്ധതി ഗ്രാമപഞ്ചായത്തിൽ വളരെ മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ISO അംഗീകാരം ലഭിച്ചിട്ടുള്ള പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയിലെ മഞ്ജൂസ് ഫാം ഉടമയായ ശ്രീമതി മഞ്ജുവിനെ മികച്ച സംരംഭകയായി തെരഞ്ഞെടുത്തു എന്നത് ഏറെ അഭിമാനകരമാണ്. ഭാവനാപൂർണമായ വിപുലീകരണത്തിലൂടെയും വൈവിധ്യവൽക്കരണത്തിലൂടെയും സ്ത്രീ ജീവിതത്തിന്റെ സർവ്വമണ്ഡലങ്ങളെയും സ്പർശിക്കുന്ന ജനകീയ പ്രസ്ഥാനമായി കുടുംബശ്രീയെ വളർത്തിയെടുക്കുവാൻ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എഴുതപ്പെടേണ്ടതല്ല, ശമിപ്പിക്കേണ്ട വികാരമാണ് വിശപ്പ്. വിശപ്പുരഹിത ഗ്രാമം എന്ന ലക്ഷ്യവുമായി ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തനവും ഏറെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക വഴി നിരവധി പേർക്ക് ആശ്വാസമായി മാറുകയാണ്. പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് മന്നാർ നഗർ വികസന പദ്ധതിയിലൂടെ MLA ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് എന്നിവയുടെ സഹായത്തോടെ 1,12 ലക്ഷം രൂപ അനുവദിച്ചു. 10 വർഷമായി പ്രവർത്തനരഹിതമായിരുന്ന ബാലഗ്രാമിലെ പൊതു ശൗചാലയം നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. മുണ്ടിയെരുമയിൽ MLA ഫണ്ടിൽ നിന്നും
ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും നടപ്പിലാക്കാൻ കഴിഞ്ഞു. SC കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിലേക്കായി 39,50,000 രൂപയും പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നതിലേക്കായി 4 ലക്ഷം രൂപയും ലാപ്ടോപ്പ് വാങ്ങി നൽകുന്നതിനായി 2,40,000 രൂപയും ചിലവിട്ടു. പുതിയതായി ലാപ്ടോപ്പ് വാങ്ങുന്നതിനായി 2,40,000 രൂപ നീക്കിവച്ചിരിക്കുന്നു. വികസനം എന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുക്കാത്ത 5 വർഷങ്ങളാണ് കടന്നുപോയത്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ വികസനത്തിന്റെ വെള്ളി വെളിച്ചം വിതറിയ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിഞ്ഞതിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. 73.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇലപ്പച്ചകൾ ഇന്ദ്രജാലം തീർക്കുന്ന ഇടുക്കി ജില്ലയിൽ പ്രകൃതി കനിഞ്ഞു നൽകിയ മനോഹാരിതകൾ കൊണ്ട് സമ്പുഷ്ടമായ മലയോര കർഷകന്റെ വിയർപ്പ് വീണ് കിളിർത്ത മണ്ണിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് എക്കാലവും തല ഉയർത്തി നിൽക്കും. ഏറെ അഭിമാനത്തോടെ, അതിലേറെ ചാരിതാർത്ഥ്യത്തോടെ. മുൻകാലങ്ങളിൽ ജനങ്ങൾ നൽകിയ പിന്തുണയും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ, അതിലേറെ അഭിമാനത്തോടെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി.